ഹലോ ഗൈസ്, എന്തല്ല യു എയിൽ വന്നിട്ട് ഇതാണ് ആദ്യത്തെ ട്രിപ്പിന് ഞാൻ മാത്രമല്ല കേട്ടോ, 4-5 ആൾക്കാരുണ്ട്. 2 ദിവസത്തെ കിഡിലെ പ്ലാനിങ്ങോടെയാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. അധികം എക്സ്പെൻസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചപ്പോ തുടക്കത്തിൽ തന്നെ ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടാണ് തുടങ്ങിയത്. ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണാൻ പാടില്ല. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആണ് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. യു എയിൽ വന്നിട്ട് കാര്യമായിട്ട് എവിടെയും പോയിട്ടില്ല. ഇതാണ് ആദ്യത്തെ ട്രിപ്പ്. അതുകൊണ്ട് ഇത് വെൽ പ്ലാനഡ് ആയിട്ട് പോകണമെന്നായിരുന്നു നമ്മളെല്ലാവരും ആഗ്രഹം. ഉള്ളിലേക്ക് കയറുമ്പോ എയർപോർട്ടിലെ ചെക്കിംഗ് പോലെ നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ട്. വാറന്റിക്ക് സിറ്റുവേഷൻ ആണ് കാരണം. യു എയിലെ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. ഇവിടെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഹമ്മദ് ബ്രോനെ പരിചയപ്പെട്ടത്. ഇത് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്റെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പള്ളി വിസിറ്റ് ചെയ്തത് മൊത്തത്തിൽ ഒരു വർത്തായിട്ട് എനിക്ക് തോന്നുന്നു. അബുദാബിയിൽ നിന്ന് റിട്ടേൺ അടിച്ച് നേരെ ദുബായിലേക്ക്. ഡെസ്റ്റിനേഷൻ നമ്പർ 2 പാം ജുമേറ. പ്രീമിയം എന്നുള്ള വേർഡിന് എത്രത്തോളം പീക്ക് ലെവൽ എത്തിക്കാൻ പറ്റും അതൊക്കെ ഈ ദുബായിലുണ്ട്. നമ്മൾ കാണാത്തതിലപ്പുറം യു എയിലുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ദുബായിലുള്ള ചെറിയ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റിസോർട്ടിലേക്ക്. റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് രാത്രി ഷാർജിലെ അത്യാവശ്യം മലയാളികൾക്ക് അറിയുന്ന ബ്രഹ്മി റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ ഷവായി അയച്ചു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഫുഡ് കിട്ടാൻ ലേറ്റ് ആവുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ദിൽഷാദിന്റെ കുറച്ച് പിടിപാട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് കിട്ടി. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വിട്ടത് ബുർജ് ഖലീഫ, ഡെസ്റ്റിനേഷൻ നമ്പർ 3. നമ്മൾ കാണാത്തതിലപ്പുറം യു എയിലുണ്ടെന്ന് കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ബുർജ് ഖലീഫയുടെ ഏരിയയിലെത്തിയപ്പം അതങ്ങ് മാറി. രാത്രി വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യ കാര്യങ്ങൾ തിരക്കില്ലാതെ കാണാൻ പറ്റും. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യണേ. ഓക്കെ, ബൈ.